ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള 2ാമത്തെ ലെസനാണ്. ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്, അതാണ് ഈ ഒരു ലെസൻ്റെ പേര്, അതായത് പൂച്ചയെ വരച്ച ആൺകുട്ടി. സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് നോക്കാം. ഹോപ്പ് യു എൻജോയ്ഡ് ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ. അപ്പോൾ ഈ ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയുടെ തൊട്ട് മുൻപുള്ള സ്റ്റോറിയാണ് ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു സ്റ്റോറി നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യു കെയിം അക്രോസ് ടിൽ ദ പെയിൻറ്റർ ഇൻ ദ സ്റ്റോറി. ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ടില്ല് ഒരു പെയിൻറ്ററാണ്. അപ്പം ആ ഒരു പെയിൻറ്ററിനെ അല്ലെങ്കിൽ ടില്ലിനെ നിങ്ങൾ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി. ഓക്കെ, ഇൻ ദ സ്റ്റോറി യു വിൽ സീ എ ബോയ് ഹൂ ഇസ് എ പെയിൻറ്റർ. അപ്പം ഈ ഒരു സ്റ്റോറിയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പെയിൻറ്ററായിട്ടുള്ള കുട്ടിയെയാണ്. ഹു നോസ് ടു ഡ്രോ ഓൺലി കാറ്റ്സ്. അവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവൻ ആകെ വരയ്ക്കാൻ അറിയുന്നത് കാറ്റിനെ മാത്രമാണ്, പൂച്ചകളെ മാത്രമാണ്. ഓക്കെ, അവൻ പെയിൻറ്ററാണ്, പക്ഷേ പൂച്ചനെ മാത്രമേ വരയ്ക്കുള്ളൂ. ഇറ്റ്സ് എ ജാപ്പനീസ് ഫോക്ക് ടെയിൽ. ഫോക്ക് ടെയിൽ എന്ന് പറഞ്ഞാൽ പഴങ്കഥ. അപ്പോൾ ഇതൊരു ജാപ്പനീസ് ഫോക്ക് ടെയിലാണ്. റീഡ് ഇറ്റ് ആൻഡ് എൻജോയ്. അപ്പോൾ ഇത് വായിച്ച് നമ്മളോട് എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. എ ലോങ് ടൈം എഗോ ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ ദർ ലീവ്ഡ് എ പുവർ ഫാമർ ആൻഡ് ഹിസ് വൈഫ്. അപ്പോൾ എന്താ പറയുന്നത്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുൻപാണ് ഈ ഒരു കഥ നടക്കുന്നത്. എവിടെയാണ്? ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ. ജപ്പാനിലുള്ള ചെറിയൊരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. ദർ ലിവ്ഡ് എ പുവർ ഫാർമർ ആൻഡ് ഹിസ് വൈഫ്. അവിടെ ഒരു പാവപ്പെട്ട കർഷകൻ, ഫാർമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്, കർഷകനും അദ്ദേഹത്തിൻ്റെ വൈഫും താമസിച്ചിരുന്നു. ഹൂ വർ വെരി ഗുഡ് പീപ്പിൾ. അവരെന്താണ്, നല്ല ആളുകളായിരുന്നു, നന്മ നിറഞ്ഞവരായിരുന്നു. ദേ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ. അവർക്ക് എന്താണ്, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. എണ്ണം ഒന്നും പറയുന്നില്ല, ഇപ്പോഴത്തെ കാലത്തെ പോലെയല്ല, പണ്ടുള്ള ആളുകൾക്ക് ഒരുപാട് മക്കളുണ്ടാവും. അപ്പം ഇവർക്ക് എന്താണ്, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. പക്ഷെ എന്താണ്, ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് എത്തിക്കണമെങ്കിൽ, അവരെ ഫീഡ് ചെയ്യണമെങ്കിൽ, അവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അതായത് ഒരുപാട് കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഫുഡ് എത്തിക്കണമെങ്കിൽ വളരെയധികം അധ്വാനിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അതാണ്. ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് വെൻ ഓൺലി 14 years ഓൾഡ് ടു ഹെൽപ്പ് ഹിസ് ഫാദർ. ഇവരുടെ ഏറ്റവും മൂത്ത മകൻ, അവനെന്താണ്, ആകെ 14 വയസ്സാണുള്ളത്. പക്ഷെ എന്താണ്, അവൻ സ്ട്രോങ് ഇനഫാണ്. അവന് അത്യാവശ്യത്തിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ എന്താണ്, അത്രയും ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവൻ്റെ അച്ഛനെ അവൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ലിറ്റിൽ ഗേൾസ് ലേൺഡ് ടു ഹെൽപ്പ് ദെയർ മദർ ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്. എന്താ പറയുന്നത്, അവൻ്റെ താഴെയുള്ള കുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികളാണ്. പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ഒന്ന് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ അവരുടെ അമ്മയെ സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, എ ലിറ്റിൽ ബോയ്, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. പക്ഷേ ഏറ്റവും ചെറിയ കുട്ടി, യങ്ങസ്റ്റ് ചൈൽഡ്, ഒരു ലിറ്റിൽ ബോയ് ആണ്, ഒരു കുഞ്ഞി ആൺകുട്ടിയാണ്. അവനെന്താണ്, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. അവന് ഹാർഡ് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ആരോഗ്യം അവനുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതിന് അവൻ ഫിറ്റ് ആയിരുന്നില്ല ഹാർഡ് വർക്ക് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഹി വാസ് വെരി ക്ലവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ. പക്ഷെ എന്താണ്, ഈ ഒരു ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത് വെരി ക്ലവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലവർ മീൻസ് ബുദ്ധിമാൻ. അപ്പം ഈ ഒരു കുഞ്ഞ് ബോയ് എന്താണ്, ബാക്കിയുള്ളവൻ്റെ സിസ്റ്റേഴ്സിനേക്കാളും ബ്രദേഴ്സിനേക്കാളും ഒക്കെ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു കുട്ടിയാണ്. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ. പക്ഷെ അവൻ എന്താണ്, വീക്കുമാണ് സ്മോളുമാണ്, ശാരീരികമായിട്ട് അത്ര ആരോഗ്യം ഉള്ള ആളും അല്ല, അതേപോലെ ചെറിയ ഒരു കുട്ടിയുമാണ്. ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. അപ്പം ആളുകൾ പറയാൻ തുടങ്ങി ഇവൻ ഒരുപാടൊന്നും വലുതാവില്ല, അവന് എന്താണ് ഷോർട്ടായിട്ട് അങ്ങനെ വീക്കായിട്ട് തന്നെ ഇരിക്കുന്ന ആളുകൾ എന്താണ് പറയുകയാണ്. സോ ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ടു ബിക്കം എ ഫാമർ. എന്താ പറയുന്നത്, അവൻ്റെ പാരൻസ് വിചാരിക്കുകയാണ് ഇവനൊരു ഫാർമർ ആവുന്നതിലും ഭേദം ഒരു പ്രീസ്റ്റ്, ഒരു എന്താണ് പുരോഹിതനാവുന്നതാണ്, പള്ളിയിലച്ഛനാവുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുകയാണ്. They took him with them
ടു ദ വില്ലേജ് ടെമ്പിൾ വൺ ഡേ. ഒരു ദിവസം ഇവനെയും കൂട്ടിയിട്ട് ഇവൻ്റെ പാരൻസ് വില്ലേജ് ടെമ്പിളിലേക്ക് പോയി. ആൻഡ് ആസ്ക്ഡ് ദ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ് ഹു ലീവ്ഡ് ദർ. അവിടെ ഒരു വളരെ പ്രായമുള്ള ഒരു പ്രീസ്റ്റ്, ഒരു നല്ല പ്രീസ്റ്റ് ജീവിച്ചിരുന്നു. അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇഫ് ഹി വുഡ് ഹാവ് ദെയർ ലിറ്റിൽ ബോയ് ഫോർ ഹിസ് അക്വലൈറ്റ്. അക്വലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പുരോഹിതന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ അക്വലൈറ്റ് എന്ന് പറയാം. അപ്പം ഈ ഒരു കുട്ടീനെ അദ്ദേഹത്തിൻ്റെ അക്വലൈറ്റ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ഔട്ട് ടു നോ. അതുമാത്രമല്ല, അവനെ ഒരു പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ എന്തൊക്കെയാണോ അറിഞ്ഞിരിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവനെ പഠിപ്പിക്കുകയും കൂടി ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. കാരണം എന്താണ്, ഭാവിയിൽ ഇവൻ പുരോഹിതനാവുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇവന് ഉപകാരപ്പെടും. സോ അതുകൊണ്ട് ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ്. ലാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യൻ അല്ലെങ്കിൽ ബോയ് എന്നുള്ളതാണ് കേട്ടോ മീനിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓൾഡ് പ്രീസ്റ്റാണ് കേട്ടോ. വളരെ കൈൻഡായിട്ടാണ് ഈ ഒരു കുട്ടിയോട് സംസാരിച്ചത്. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. പക്ഷെ എന്താണ്, ചോദ്യങ്ങൾ ചോദിച്ചത് വളരെ ഹാർഡായിട്ടുള്ള, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവനോട് ചോദിച്ചത്. സോ ക്ലവർ വർ ദ ആൻസേഴ്സ് that the priest agreed to take the little fellow into the temple as an acolyte. അപ്പം ഇവൻ എങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്? വളരെ ബുദ്ധിപരമായിട്ടുള്ള ഉത്തരങ്ങളാണ് ആ ഒരു പ്രീസ്റ്റിന് നൽകിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഓൾഡ് പ്രീസ്റ്റ് എഗ്രി ചെയ്യാണ് ഈ ഒരു ലിറ്റിൽ ബോയിനെ ആ ഒരു ടെമ്പിളിലെ അക്വലൈറ്റ് ആയിട്ട് നിയമിക്കാൻ ഈ ഒരു പ്രീസ്റ്റ് സമ്മതിക്കുകയാണ്. ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്. അതുമാത്രമല്ല, അവന് ഒരു പ്രീസ്റ്റിന്, ഒരു പുരോഹിതൻ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവനെ പഠിപ്പിക്കാം. അവനെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഒരു പുരോഹിതന് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാമെന്നും കൂടെ പറയുകയാണ്. ദ ബോയ് ലേൺഡ് ക്വിക്ക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം. അപ്പോൾ ഈ ഒരു ബോയ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുകയാണ്. ഓൾഡ് പ്രീസ്റ്റ് എന്താണോ പഠിപ്പിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബോയ് എങ്ങനെ ക്വിക്കായിട്ട് പഠിച്ചെടുക്കുകയാണ്. ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്. മിക്ക കാര്യങ്ങളിലും ഈ കുട്ടി വളരെ ഒബീഡിയൻ്റ് ആയിരുന്നു, അനുസരണയുള്ളവനായിരുന്നു. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്. പക്ഷെ അവന് ഒരു ഫോൾട്ട് മാത്രമുണ്ട്, ഒരു തെറ്റ് മാത്രം, അല്ലെങ്കിൽ ഒരു പിഴവ് മാത്രം അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഹി ലൈക്ഡ് ടു ഡ്രോ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സ്. പഠിക്കുന്ന സമയത്ത് പൂച്ചകളെ വരയ്ക്കാൻ അവന് വളരെയധികം ഇഷ്ടമായിരുന്നു. ആൻഡ് ടു ഡ്രോ കാറ്റ്സ് ഈവൻ വർ കാറ്റ്സ് ഔട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ് ഓൾ. അപ്പോൾ പൂച്ചകളെ വരയ്ക്കാൻ ഉള്ള ഒരു ആവശ്യമില്ലാത്ത സമയത്ത് കൂടി അവൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? പൂച്ചകളെ ഇങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമാണ് അവൻ്റെ ഒരു തെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദുശീലം എന്ന് പറയുന്നത് അത് മാത്രമാണ് കേട്ടോ. വെനെവർ ഹീ ഫൗണ്ട് ഹിംസെൽഫ് അലോൺ ഹീ ഡ്രൂ കാറ്റ്സ്. എപ്പോഴൊക്കെ ഇവൻ തനിച്ചാവുന്നുണ്ടോ ആ സമയത്തൊക്കെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? പൂച്ചകളെ വരയ്ക്കുന്നുണ്ട്. ഹീ ഡ്രൂ ദം ഓൺ ദ മാർജിൻസ് ഓഫ് ദ പ്രീസ്റ്റ്സ് ബുക്സ്. അപ്പം പ്രീസ്റ്റിൻ്റെ ബുക്സിൻ്റെ മാർജിനിലൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പൂച്ചകളെ ഇങ്ങനെ വരച്ച് വെക്കുന്നുണ്ട്. ആൻഡ് ഓൺ ഓൾ ദ സ്ക്രീൻസ് ഓഫ് ദ ടെമ്പിൾ. പിന്നെ എന്താണ്? മറ, എല്ലാ സ്ക്രീനിലും, ടെമ്പിളിൻ്റെ സ്ക്രീൻസിലൊക്കെ കൊണ്ടുപോയിട്ട് മറകളിലൊക്കെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? പൂച്ചയെ വരയ്ക്കുന്നുണ്ട്. ആൻഡ് ഓൺ ദ വാൾസ്. അതുമാത്രമല്ല ചുവരുകളിൽ വരയ്ക്കുന്നുണ്ട്. ആൻഡ് ഓൺ ദ പില്ലേഴ്സ് തൂണുകളിലൊക്കെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? പൂച്ചകളെ ഇങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എവിടെയുള്ള? ടെമ്പിളിലുള്ള. ഓക്കെ. സെവറൽ ടൈംസ് ദ പ്രീസ്റ്റ് ടോൾഡ് ഹിം ദിസ് വാസ് നോട്ട് റൈറ്റ്. പക്ഷെ ഒരുപാട് പ്രാവശ്യം പ്രീസ്റ്റ് അവനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം തെറ്റാണ്, ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഓക്കെ, ദിസ് വാസ് നോട്ട് റൈറ്റ്, ഇതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് കാറ്റ്സ്. പക്ഷെ അവൻ എന്താണ്? പൂച്ചകളെ വരയ്ക്കുന്നത് നിർത്താനായിട്ട് അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹി ഡ്രോ ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. ഹെൽപ്പ് മീൻസ് ഇവിടെ സ്റ്റോപ്പ് എന്നുള്ള മീനിങ് ആണ്. എന്താണ്? ഹി ഡ്രൂ ദം ബിക്കോസ് ഹീ കുഡ് നോട്ട് റിയലി സ്റ്റോപ്പ് ഇറ്റ് എന്നാണ്. അപ്പോൾ ഇവന് പൂച്ചകളെ വരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവനത് നിർത്താൻ കഴിയുന്നില്ല. ഈ ഒരു ചിത്രം വരയ്ക്കുന്നത് അതൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഹി ഹാഡ് വാട്ട് ഇസ് കോൾഡ് ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ജീനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിഭ. അപ്പോൾ അവനെന്താണ്? ഒരു ചിത്രകാരൻ്റെ പ്രതിഭ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, കലാകാരമായിട്ടുള്ള ആളുകൾക്ക് അവരെന്താണോ അവരുടെ ഉള്ളിലുള്ള ആ ഒരു കല എന്ന് പറയുന്നത് അത് അവരുടെ ഉള്ളിൽ നിന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ എന്താണ്? ഇവനിങ്ങനെ പൂച്ചകളെ ചിത്രം വരച്ചുകൊണ്ടേയിരിക്കുകയാണ് ആസ് ആൻ ആർട്ടിസ്റ്റ്. ഓക്കെ. ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി ആൻ അക്വലൈറ്റ്. എ ഗുഡ് അക്വലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. അപ്പം ഈ ഒരൊറ്റ റീസൺ കൊണ്ട് അവൻ എന്താണ്? ഒരു അക്വലൈറ്റ്, ഒരു പുരോഹിതൻ്റെ സഹായിയായിട്ട് നിൽക്കുന്നയാൾ ആണ് നമ്മൾ എന്ത് പറയുക? അക്വലൈറ്റ് എന്ന് പറയുക. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം
ഒരു അക്യുലേറ്റ് ആവാൻ ഇവൻ ഫിറ്റ് അല്ല. ഈ ഒരേ ഒരു റീസൺ കൊണ്ട്, ഈ പൂച്ചകളെങ്ങനെ വരയ്ക്കുന്നത് അവന് നിർത്താൻ പറ്റില്ല, അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരേ ഒരു കാരണം കൊണ്ട് അവനൊരു അക്യുലേറ്റ് ആവാൻ മാത്രം എന്താണ് ഫിറ്റ് അല്ല എന്നാണ് പറയുന്നത്. എ ഗുഡ് അക്യുലേറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. ഒരു നല്ല അക്യുലേറ്റ് എന്താ ചെയ്യുക? ബുക്ക് സ്റ്റഡി ചെയ്യാണ്, വായിക്കുകയും പഠിക്കുകയും ഒക്കെയാണ് ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ. One day, after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from this temple at once." എന്താ പറയുന്നത്? ഒരു ദിവസം ഒരു പേപ്പർ സ്ക്രീനിൽ ഇവൻ വളരെ ക്ലെവറായിട്ട് ഒരു എന്താ പറയുക, ഒരു ചാതുര്യമുള്ള പൂച്ചകളുടെ ചിത്രം വരച്ചു. അപ്പോൾ ഇത് കണ്ട ഓൾഡ് പ്രീസ്റ്റ് എന്താണ് ഇവനോട് കുറച്ച് ഹാർഷായിട്ട് പെരുമാറുകയാണ്, അല്ലെങ്കിൽ കുറച്ച് കഠിനമായിട്ട് ഇവനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? സെറ്റ് ടു ഹിം സിവിയർലി, മൈ ബോയ്, യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. നീ എന്താണ് പെട്ടെന്ന് തന്നെ ഈ ഒരു ടെമ്പിളിൽ നിന്ന് പോയിക്കോളൂ എന്ന് പറയാണ്, പോകാൻ പറയുകയാണ് അവിടെ നിന്ന്. അറ്റ് വൺസ് മീൻസ് പെട്ടെന്ന് എന്നുള്ളതാണ് കേട്ടോ. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നീ ഒരിക്കലും ഒരു ഗുഡ് പ്രീസ്റ്റ് ആവില്ല. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പക്ഷേ എന്താണ്, ഒരു പക്ഷേ നീ എന്താവാം? ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ഒരു വലിയ കലാകാരനാവാം, അല്ലെങ്കിൽ വലിയൊരു ചിത്രകാരനാവാം നീ. അതുകൊണ്ട് നീ ഇവിടുന്ന് പൊയ്ക്കോളൂ, നിനക്ക് എന്തായാലും ഒരു പ്രീസ്റ്റ് ആവാൻ കഴിയില്ല എന്ന് പറയാണ്. നൗ ലെറ്റ് മീ ഗീവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. ഇപ്പം ഞാൻ നിനക്ക് ഒരു അവസാനത്തെ ഉപദേശം, ഒരു അഡ്വൈസ് ഞാൻ നിനക്ക് തരാം. ആൻഡ് ബി ഷുവർ യു നെവർ ഫോർഗെറ്റ് ഇറ്റ്. അതുമാത്രമല്ല, നീ ഉറപ്പ് വരുത്തണം ഈ ഒരു കാര്യം നീ ഒരിക്കലും മറക്കില്ല എന്നുള്ളത്. ഓക്കെ, അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. എന്താണ് ആ ഒരു അഡ്വൈസ്? രാത്രി കാലങ്ങളിൽ വലിയ പ്ലേസുകളെ ഒഴിവാക്കുക, വലിയ സ്ഥലങ്ങളെ, പ്രദേശങ്ങളെ ഒഴിവാക്കുക, ചെറുതെടുക്കുക എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ ഇദ്ദേഹം കൊടുത്തിട്ടുള്ള ആ ഒരു ഉപദേശം എന്ന് പറയുന്നത് ഓൾഡ് പ്രീസ്റ്റ് കേട്ടോ. The boy did not know what the priest meant by saying avoid large places, keep to small. അപ്പോൾ ഈ ഒരു ബോയ്ക്ക് പ്രീസ്റ്റ് കൊടുത്ത ആ ഒരു അഡ്വൈസിൻ്റെ മീനിങ് മനസ്സിലായില്ല. അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ എന്നുള്ള കാര്യം അതെന്താ പറഞ്ഞത് എന്നുള്ളത് ബോയ്ക്ക് മനസ്സിലായില്ല. രാത്രികാലങ്ങളിൽ എന്താണ് വലിയ പ്രദേശങ്ങൾ ഒഴിവാക്കുക, ചെറുത് എടുക്കുക എന്ന് പറഞ്ഞ കാര്യം ആർക്ക് മനസ്സിലായില്ല? ബോയ്ക്ക് മനസ്സിലായില്ല. He thought and thought while he was tying up his little bundle of clothes to go away. അപ്പോൾ എന്താണ്? ഹി തോട്ട് ആൻഡ് തോട്ട്, അവനിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത്. അവൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിക്കുകയാണ്. എപ്പോഴാണ്? വൈൽ ഹി വാസ് ടൈയിങ് അപ്പ് എസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്. അവൻ്റെ ബണ്ടിൽ, അതായത് അവൻ്റെ ആ ഒരു തുണികളൊക്കെ ഇങ്ങനെ ബാണ്ടക്കെട്ട് കെട്ടുന്ന പോലെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ എന്ത് ചെയ്തിട്ടുള്ളത്? ആ കാര്യം എന്താണെന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ടുള്ളത്. ടു ഗോ അവേ, ആ ടെമ്പിളിൽ നിന്ന് പോകാൻ ഒരുങ്ങുന്ന സമയത്ത്, ബണ്ടിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാര്യം ആലോചിച്ചത്. ബട്ട് ഹീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ്. പക്ഷെ എന്താണ്, അവൻ ആ വാക്കുകളൊന്നും മനസ്സിലായതേ ഇല്ല. ആൻഡ് ഹീ വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനിമോർ. പക്ഷേ ഇനി ഒരിക്കലും ആ പ്രീസ്റ്റിനോട് സംസാരിക്കാനുള്ള ധൈര്യം അവന് ഉണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ പറയാനല്ലാതെ വേറൊന്നും ചോദിക്കാനുള്ള ധൈര്യം അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാർട്ട് വീഡിയോയിൽ നമ്മൾ ചെയ്തു വെക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ചെയ്യുന്നതായിരിക്കും, അത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.